എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 16 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് സൈഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഐ ഓൺ ചൈന, ക്യാബിനറ്റ് ക്ലിയർസ് 7 ITBP ബറ്റാലിയൻസ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ 7 ബറ്റാലിയൻസ് പുതിയതായിട്ട് വരികയാണെന്ന് പറഞ്ഞ് നാഷണൽ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്കീമും കൂടിയുണ്ട്, വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പൊതുവേ ടൂറിസത്തിനൊക്കെ ബൂസ്റ്റ് കൊടുത്തുകൊണ്ട് ബോർഡർ വില്ലേജസിനെ കുറച്ചും കൂടി സെക്യൂർ ആക്കും, അതുപോലെ തന്നെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. ഓവർ 9,000 പേഴ്സണൽസ് ടു ബി റിക്രൂട്ടഡ് ഫോർ ഡിപ്ലോയ്മെൻറ്റ് ഇൻ അരുണാചൽ പ്രദേശ്. 4,800 crore സാങ്ഷൻഡ് അണ്ടർ വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം ടു സ്റ്റോപ്പ് മൈഗ്രേഷൻ ആൻഡ് ബൂസ്റ്റ് ടൂറിസം ഇൻ ബോർഡർ വില്ലേജസ്. ഇത്രയും കൂടുതൽ ഫോഴ്സ് കൂടുതൽ ഡിപ്ലോയ് ചെയ്യുന്നത് എന്തിനാണ്? ഒന്ന്, ഈ പറയുന്ന മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ടു ബൂസ്റ്റ് ടൂറിസം. ഇങ്ങനെയുള്ള ബോർഡർ വില്ലേജസിൽ ടൂറിസം, കാരണം നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്. വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ടൂറിസവും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ 7 ITBP ബറ്റാലിയൻസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ബറ്റാലിയൻസ് കൂട്ടുന്നത്. വിത്ത് എ വ്യൂ ടു ബോൾസ്റ്ററിംഗ് ദ സോഷ്യൽ ആൻഡ് സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് അലോങ് ദ ചൈന ബോർഡർ, യൂണിയൻ ക്യാബിനറ്റ് ഓൺ വെനസ്ഡേ അപ്രൂവ്ഡ് റേസിംഗ് ഓഫ് 7 ന്യൂ ബറ്റാലിയൻസ് of the Indo-Tibetan Border Police and allocated 4,800 crores under the Vibrant Village Program to stop migration and boost tourism in the village across the border. അപ്പോൾ ഇത് ചൈന ബോർഡറാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് ക്ലെയിംസ്, ടെറിട്ടോറിയൽ ക്ലെയിംസ്, തവാങ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചൈന പറഞ്ഞു വരുന്നുണ്ട്. അതായത് ഇത് അവരുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെറിട്ടോറിയൽ ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ITBPൻ്റെ പുതിയ 7 ബറ്റാലിയൻസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. The Cabinet Committee on Security cleared proposal for raising the new ITBP battalions during its meeting chaired by Prime Minister Narendra Modi. This would entail recruitment of 9,400 personnel for deployment in Arunachal Pradesh and 47 new border outposts and 12 staging camps are under construction. അപ്പോൾ വളരെയധികം വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ വേണ്ടി വരും എന്ന് പറയുന്നത്. കാരണം അത്രയധികം ആൾക്കാർ, ഏകദേശം 9,400 പേരെ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും, റിക്രൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ, അതായത് ചൈന ബോർഡർ ചെയ്യുന്നു എന്നുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ. നമുക്കറിയാം മൈഗ്രേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. കാരണം ഇപ്പോൾ ഈ റോഹിംഗ്യാസ്, ഫോർ എക്സാമ്പിൾ റോഹിംഗ്യാസ് ഫ്രം മ്യാൻമാർ, അതൊരു പ്രശ്നമാണ്. കാരണം അവരെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനും പറ്റില്ല, അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഒരു ഷോർട്ട് സ്റ്റേ ആണെങ്കിലും അവർ ഏത് രീതിയിലും മറ്റ് രാജ്യങ്ങളിലേക്ക്, അവരുടെ പാരൻറ്റ് രാജ്യത്തേക്ക് ഡിപ്പോർട്ട് ചെയ്യണം, എന്തൊക്കെ രീതിയിൽ അവരെ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് അവരുടെ സിറ്റിസൺസും അവരുമായിട്ടുള്ള റൈറ്റ്സിൻ്റെ വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ അവരുടെ വോട്ടിംഗ് റൈറ്റ്സ്, അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെ മാന്യമായി ഡീൽ ചെയ്യണം എന്നുള്ളതൊരു വലിയ കൺസേൺ ആണ്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന പുതിയ മൈഗ്രേഷൻസ്. അപ്പോൾ അത് പുതിയ മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക, ബോർഡറിൽ ബോൾസ്റ്റർ ചെയ്യുക സെക്യൂരിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോൾസ്റ്ററിങ് ദ സോഷ്യൽ ആൻഡ് സെക്യൂരിറ്റി ഫ്രെയിംവർക്ക്, അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് മെയിൻ കൺസേൺ. അതുകൊണ്ട് ചൈന ബോർഡർ പ്രത്യേകിച്ചും വളരെയധികം സെൻസിറ്റീവ് ആയതുകൊണ്ട് അവിടെ പുതിയ 7 ITBP ബറ്റാലിയൻസിന് ഏകദേശം 4,800 കോടിയോളം ചിലവാക്കി പുതിയതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരികയാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾസ് ബഡ്ജറ്റ് ട്രസ്റ്റ് ഓൺ വൈഡനിങ് വെൽഫെയർ സ്കീംസ്. വെസ്റ്റ് ബംഗാളിൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ഇതിൽ പഞ്ചായത്ത് ഇലക്ഷൻസ് അപ്കമിങ് ആയതുകൊണ്ട് തന്നെ കുറേയും കൂടെ പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിലെടുക്കുന്ന ബഡ്ജറ്റാണെന്നും പറയുന്നുണ്ട്. കുറേയും കൂടി വെൽഫെയർ സ്കീം ഓറിയൻറ്റഡ് ആണ്. എന്തിനാണത്? കുറേയും കൂടി ഇമ്പ്രസ് ചെയ്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് എന്ന രീതിയിലുള്ളൊരു വിമർശനം തന്നെ പറയുന്നത്. എഹെഡ് ഓഫ് പഞ്ചായത്ത് ഇലക്ഷൻസ്, ദ തൃണമൂൽ കോൺഗ്രസ് ഗവൺമെൻറ് ഹാസ് പ്രസൻറ്റഡ് എ 3.39 lakh crore ബഡ്ജറ്റ് ഫോർ 2023-24. അപ്പം 3.39 ലക്ഷം കോടിക്കാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് 1.88 കോടി സ്ത്രീകൾക്ക് ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, അതായത് ലക്ഷ്മി ബന്ധർ സ്കീം ദാറ്റ് ഗിവ്സ് ക്യാഷ് ഇൻസെൻറ്റീവ് ടു 1.88 crore വുമൺ ടു ബി ലിങ്ക്ഡ് വിത്ത് ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. അപ്പോൾ 1.88 കോടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഓൾഡ് ഏജ് പെൻഷൻ പോലെയുള്ള ക്യാഷ് ഇൻസെൻറ്റീവ് കൊടുക്കുമെന്നാണ് പറയുന്നത്. 3% ഹൈക്ക് ഇൻ ഡിയറൻസ് അലവൻസ്. DA സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് ഡിയറൻസ് അലവൻസ് 3% ഹൈക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ 3,000 കോടി ഫോർ രാസ്തശ്രീ എന്ന് പറയുന്ന റൂറൽ റോഡ്സിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റിന് 3,000 കോടി. അതുപോലെ 30 കോടി ഫോർ മത്സ്യജീവി ബന്ധു സ്കീം ടു ഗിവ് 2 lakh ടു കിൻ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് ഫിഷർ ഫോക്ക്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മരിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അങ്ങനെയുള്ള തൊഴിലാളികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉറ്റവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 30 കോടി മാറ്റി വെച്ചിരിക്കുന്നു. 350 കോടി ഫോർ ഭവിഷ്യത് ക്രെഡിറ്റ് കാർഡ് സ്കീം ടു ഗിവ് ലോൺസ് ടു 2 lakh യൂത്ത് ടു സ്റ്റാർട്ട് ബിസിനസ്. ഓണ്ടർപ്രണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 350 കോടി
മാറ്റി വെച്ചിരിക്കും. ഇതൊരു ലോൺ കോമ്പണൻറ്റ് പോലെയാണ്. ഇത് 2 ലക്ഷം രൂപയോളം ഒരാൾക്ക് ലോൺ കൊടുക്കുന്നതാണ് ടു സ്റ്റാർട്ട് ബിസിനസ്. സ്റ്റേറ്റ് GDP is expected to grow at 8.4% in current financial year. Index of industrial production grows at 7.8% in current fiscal. Fiscal deficit for 2023-24 pegged at 65,838 crore. അപ്പോൾ എക്കണോമിക് ടേംസ് ആണ്. അതുപോലെ തന്നെ GDP എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രോത്തിൻ്റെ ഓവറോൾ എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ പാരാമീറ്ററായി ബന്ധപ്പെട്ടതാണ്. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, വിച്ച് മെൻഷൻസ് ദ ഓവറോൾ പ്രൈസ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ. ഇപ്പോൾ ഇവിടെ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ ദ സം ഓഫ് വാല്യൂ ഓഫ് ഓൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്ത് GDP എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് പറയുന്നു. മെയിൻലി ഹെഡ് ഓഫ് പഞ്ചായത്ത് ഇലക്ഷൻസ്. അടുത്തത് എഡിറ്റോറിയലാണ് ബ്രേസൻ ഇൻറ്റിമിഡേഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആക്ഷൻസ് സച്ച് ആസ് ടാക്സ് സർവേ ഓൺ BBC ആർ മെൻറ്റ് ടു പ്രൊഡ്യൂസ് എ ചില്ലിങ് എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം BBCയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻ്ററി വളരെയധികം കോൺട്രവേഴ്ഷ്യലായിരുന്നു. പല യൂണിവേഴ്സിറ്റികളിലും അത് എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ 2002 മോഡിയുടെ ഈ ഗുജറാത്ത് റൈറ്റ്സുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രസ് ഫ്രീഡം അതുപോലെ തന്നെ മറ്റ് ഫ്രീഡംസ് ഭയങ്കര കേർട്ടൈൽഡാണ് എന്ന രീതിയിൽ പല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻഡെക്സസും പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഇപ്പോൾ ഡെമോക്രസി ഇൻഡെക്സ് ആണെങ്കിലും ഇന്ത്യയുടെ ഒരു ഫ്ലോഡ് ഡെമോക്രസി, ജനാധിപത്യമാണെങ്കിലും അത് പെർഫെക്റ്റ് അല്ലാത്തൊരു ഡെമോക്രസിയാണെന്നാണ് പറയുന്നത്. ഫ്ലോഡ് ഡെമോക്രസി എന്നാണ് ഡെമോക്രസി ഇൻഡെക്സിലൊക്കെ ഇന്ത്യനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റീരിയോറേഷൻ, ഒരു ഡീഗ്രഡേഷൻ നമ്മുടെ ഇൻഡെക്സസിലും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പ്രാക്ടീസസിലും, പ്രത്യേകിച്ച് ഗിവിങ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രസ് എന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഇത്തിരി പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് എന്ത് ഈ പറയുന്ന BBC പോലെയുള്ള ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഒരു വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അതിനൊരു ടാക്സ് സർവേ വേണം, ടാക്സ് ഇവേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡൈവേർഷൻ ഓഫ് പ്രോഫിറ്റ്സ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അവരെ പ്രഷറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് നോട്ട് ടു സീ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് 2-day സർവേ ഓഫ് ദ BBC's ഓഫീസ് ഇൻ ന്യൂഡൽഹി ആൻഡ് മുംബൈ as an attempt to produce chilling effect on Britain's well-regarded public broadcaster and also media institutions willing to hold the current regime to account for past actions. അപ്പോൾ എന്തായാലും ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ BJP ഗവൺമെൻറ്റിനെ പണ്ടത്തെ 2002 റയറ്റുമായി ബന്ധപ്പെട്ടിട്ട് അക്കൗണ്ടബിൾ ആക്കുകയാണ് ചെയ്തത്. സർവേ ഒഫീഷ്യൽസ് ആയിട്ട് they were investigating charges related to transfer pricing and diversion of profits. Diversion of profits എന്ന് പറയുന്നത് എന്താ? ഇവിടുന്ന് പ്രോഫിറ്റ്സ് ഡൈവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. However, the fact that the action came in the wake of the release of 2-part documentary India the Modi question raises significant questions. അപ്പോൾ ഈ പറഞ്ഞ 2-part ഡോക്യുമെൻ്ററിയായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞ റിറ്റാലിയേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അതിന് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ടാക്സ് സർവേ എന്നൊക്കെ പറയുന്നത്. ടാക്സ് റെയ്ഡ് എന്ന് പറയുന്നില്ല, ടാക്സ് സർവേ എന്നാണ് പറയുന്നത്. However, the fact that the action came in wake of the release of 2-part documentary India raised significant questions. The journalists were also subjected to what the essentiality in accounting financial survey can only be interpreted as an act of intimidation of the media personnel. Besides this, also follows the Information and Broadcasting Ministry, which had not too long ago issued overzealous order to online media platforms to disable links to first part of the documentary by invoking emergency powers under IT Rules 2021 and Section 69 of the IT Act 2000. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് മാത്രമല്ല, ഇതിൻ്റെ ലിങ്കുകൾ, അതായത് ഈ പറഞ്ഞ BBC ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ ഡോക്യുമെൻ്ററിൻ്റെ ലിങ്കുകൾ ഡിസേബിൾ ചെയ്യുന്നു. ഏതാണ് ഈ സെക്ഷൻ ഒന്ന് ഓർത്ത് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. സെക്ഷൻ 69A ഓഫ് ദ IT Act 2000. IT Act 2000 സെക്ഷൻ 69 വെച്ചിട്ടാണ് ഈ പറയുന്ന എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി എന്ത് ചെയ്തു, ഈ പറയുന്ന ഉത്തരവിറക്കിയിരിക്കുന്ന എല്ലാ ലിങ്കുകളും അതുമായി ബന്ധപ്പെട്ടില്ല ആ ഡോക്യുമെൻ്ററിയിലേക്ക് ലീഡ് ചെയ്യുന്ന എല്ലാ ലിങ്കും ഡിസേബിൾ ചെയ്യുക, ഓൺലൈനായിട്ട് ഡിസേബിൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത് എമർജൻസി പവേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് 69A ഓഫ് ദി IT Act. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രസ് ഒന്നും ശരിക്കും സാധാരണഗതിയിൽ എക്സസൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ റിയാക്ഷൻസ് ബൈ BJP സ്പോക്സ് പേഴ്സൺ വൺ കാൾഡ് ദ BBC എ കറപ്റ്റ് കോർപ്പറേഷൻ ഓൺലി ആഡ്സ് ടു ദ ഇംപ്രഷൻ ദാറ്റ് ദിസ് ഈസ് എൻ എഫേർട്ട് അറ്റ് ഡീലെജിറ്റിമൈസിങ് ദ വർക്ക് ഡൺ ബൈ ക്രിട്ടിക്കൽ മീഡിയ ഔട്ട്ലെറ്റ്സ്. അപ്പോൾ കറപ്റ്റ് ഓർഗനൈസേഷനാണ് BBC എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിനൊരു ഫാക്ച്വലായിട്ട് റിപ്ലൈക്ക് പകരം നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള റിപ്ലൈ ആണ് കാണുന്നത് എന്ന് പറയുന്നു.
ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യസ് ക്ലെയിം ആസ് എ ഡെവലപ്പിംഗ് നേഷൻ ആൻഡ് എ ഗ്രോയിങ് എക്കോണമി ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ് ദാറ്റ് ഈസ് എ ഫ്ലറിഷിംഗ് ഡെമോക്രസി വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രീഡംസ് and separation of powers is unlike authoritarian regimes that have been promoted economic prosperity but do not play by institutional rules and values. അപ്പോൾ ഇന്ത്യ വ്യത്യാസമാണെന്ന് പറയുന്നത്. ഇന്ത്യ എന്താണ് പൊതുവേ ഒരു ഗ്രോയിങ് എക്കോണമി എന്ന രീതിയിൽ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള വാല്യൂസും കോർ പ്രിൻസിപ്പിൾസൊക്കെ വെച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ല നമ്മുടെ ഉള്ളത്. ഒരു കിങ്ങോ മൊണാർക്കോ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല, മറിച്ച് എന്താണ് ഒരു ഫ്ലറിഷിംഗ് ഡെമോക്രസിയാണെന്ന് പറയുന്നത്. ഫ്ലോഡ് ആണെന്ന് പറഞ്ഞാലും ഇന്ത്യ ഒരു ത്രൈവിങ് ഡെമോക്രസിയാണ്. കഴിഞ്ഞ 75 വർഷത്തെ എക്സിസ്റ്റൻസ് എത്രയോ തരം പ്രോബ്ലംസും കോംപ്ലിക്കേഷൻസൊക്കെ മുമ്പോട്ട് വന്നിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ത്രൈവിങ് ഡെമോക്രസിയായി മുമ്പോട്ട് വരുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, കോർ വാല്യൂസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സ് അത് നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. ഈവൺ ഇഫ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കോറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ ഈ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ അതോറിറ്റേറിയൻ ആയിട്ട് മാറുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിലൊരു മാലിഫൈഡ് ഇൻറ്റൻറ്റോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുന്ന അതിൻ്റെ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് പോലെയാണ് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം ആൾക്കാരുടെ മുമ്പിൽ അവരെന്താണ് ചെയ്യുന്നത് തുറന്ന് കാണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ആ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മറ്റൊരു രീതിയിൽ പൊളിറ്റിക്കൽ പവർ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എമർജൻസി പ്രൊവിഷൻസ് അണ്ടർ 69A ഓഫ് IT ആക്ട് 2000 എന്ന് പറയുന്നത് തന്നെ എന്താണ്, യൂസ് ഓഫ് ലീഗൽ ഫോഴ്സ് അഗെയിൻസ്റ്റ് എ പെർട്ടിക്കുലർ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, conveying that this institution is corrupt, അല്ലെങ്കിൽ this institution is something has been wrong with this institution regarding pricing policies, അല്ലെങ്കിൽ ഡൈവേർഷൻ ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മാലിഫൈഡ് ഇൻറ്റൻറ്റ് തുറന്നു കാണിക്കുന്ന പ്രസ്സിനെ അതിൻ്റെ ഫ്രീഡം കളയുക എന്ന് പറയുന്നത് അത് ഫണ്ടമെൻ്റലായിട്ടുള്ള ഡൈവേർഷനാണ് എന്ന് പറയുന്നു. Even if media organizations raise uncomfortable questions, the response has to be factual, reasonable and measured. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിനെതിരെ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡോക്യുമെൻ്ററി, ആ ഡോക്യുമെൻ്ററിയിൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയാണ്, അതിനെ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം? ഫാക്ച്വലി തെറ്റുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ന ഇൻറ്റൻറ്റ് ശരിയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് കൃത്യമായി റീസണബിൾ ആയിട്ടുള്ള മെഷേർഡ് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ടാക്സ് സർവേ നടത്തുകയാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ ഫ്രീഡം കർബ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് പറയുന്നു. ഈവൺ ഇഫ് മീഡിയ ഓർഗനൈസേഷൻ റൈസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ്, തീരെ കംഫർട്ടബിൾ അല്ലാത്ത ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചാലും ദ റെസ്പോൺസ് ഹാസ് ടു ബി ഫാക്ച്വൽ, കൃത്യമായ ഡാറ്റ വെച്ചിട്ടായിരിക്കണം, റീസണബിൾ ആൻഡ് മെഷേർഡ്, അത് കൃത്യമായിരിക്കണം. ഒരു ഗവൺമെൻറ് മെഷീനറി എങ്ങനെയാണോ ഒരു ഡെമോക്രസിയിൽ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കണം എന്ന് പറയുന്നു. ദ റിയാക്ഷൻ ടു ദ BBC's documentary has been anything but that. In trying to block access to documentary, the government came across a ham-fisted, and now with this survey at the BBC office, it comes across as intimidating. അത് തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ദിസ് ഡസ് നോട്ട് ഓഗർ വെൽ ഫോർ ഇന്ത്യസ് ഗ്ലോബൽ ഇമേജ്, ബട്ട് വേഴ്സ് ഇറ്റ് ഈസ് ക്ലിയർ ത്രെറ്റ് ടു എക്സിസ്റ്റിംഗ് ഫ്രീഡംസ് ഓഫ് ദ കൺട്രീസ് സിറ്റിസൻസ്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ ഇന്ത്യ ഒരു പ്രൊഫൈലുള്ള രാജ്യമാണ്, ഒരുപാട് റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന, വളരെ ഡെമോക്രസിയൊക്കെ വളരെയധികം ത്രൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ അറ്റൻഷൻ വളരെ നെഗറ്റീവായിട്ട് ഉണ്ടാക്കും എന്നുള്ളത് ഓർക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എഡിറ്റോൾ. ബ്രേസൺ ഇൻറ്റിമിഡേഷൻ എന്ന് പറഞ്ഞ് BBC ന്യൂഡൽഹിയിലും അതുപോലെ തന്നെ ബോംബെയിലും ഉള്ള ഓഫീസുകളുടെ IT സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സിയാണ് ഇത് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മോണിറ്ററിംഗ് ഇമ്പോർട്ട്സ് ടു ഡിറ്റക്ട് എനി സർജ് ദാറ്റ് ക്യാൻ ഹേർട്ട് എക്കോണമി, ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഇതിൽ സർജ് എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താണ്? റൈസ് എന്ന അർത്ഥം. സഡൻ റൈസിനെ കുറിച്ചാണ് സർജ് എന്ന് പറയാം. അപ്പോൾ ഗവൺമെൻറ് മോണിറ്ററിംഗ് ഇമ്പോർട്ട്സ് ടു ഡിറ്റക്ട് എനി സർജ് ദാറ്റ് ക്യാൻ ഹേർട്ട് എക്കോണമി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് ആക്ച്വലി ഭയങ്കര വാച്ച്ഫുള്ളാണ്. ഏതെങ്കിലും ഒരു സെക്ടറിലോ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റോ ഒക്കെ പെട്ടെന്ന് ഇമ്പോർട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ റുപ്പി ഡിപ്രിസിയേഷൻ, അതായത് പൈസയുടെ വാല്യൂ കുറയുക. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നൊരു സാധനമാണല്ലോ ഈ പറയുന്ന ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ബാധിക്കാത്ത രീതിയിൽ ഇമ്പോർട്ട് എങ്ങനെയെങ്കിലും അധികം കൂടാതെ നോക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോണമിയിലെ കാര്യമാണ്. അതിനാണ് നമ്മൾ ആത്മനിർഭർ ഭാരത് പോലുള്ളൊരു സെൽഫ് റിലയൻറ്റ് മെത്തഡോളജി അല്ലെങ്കിൽ മോഡൽ കൊണ്ടുവരുന്നത് എപ്പോഴും. അപ്പോൾ ഗവൺമെൻറ് വാച്ച്ഫുൾ ആണെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ സേസ് ദ ഗവൺമെൻറ് ഈസ് കീപ്പിംഗ് ഐ ഓൺ മർച്ചൻഡൈസ് ട്രേഡ് ട്രെൻഡ്സ് ടു ഗാർഡ് അഗെയിൻസ്റ്റ് സഡൻ ഫ്ലഡിംഗ് ഓഫ് എനി പർട്ടിക്കുലർ ലൈൻ ഓഫ് ഗുഡ്സ്. Government to continue barring duties wherever it can be done without hurting local firms.
A surge in imports for only 3 months can hurt economy for a whole year. Exports urged to constantly interact with the government to help tide over challenges. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആത്മനിർഭർ ഭാരത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ബേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് സ്കീംസൊക്കെയായി ബന്ധപ്പെട്ട്, ആത്മനിർഭർ ഭാരത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, പുതിയതായി വന്നതാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് പൊതുവേ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഇപ്പോൾ 1 ഡിസ്ട്രിക്റ്റ് 1 പ്രോഡക്റ്റ്, അങ്ങനെ ഒരുപാട് സ്കീംസ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട്. ആത്മനിർഭർ ഭാരതിൻ്റെ എഫിഷ്യൻസി സൈഡ് നോക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ചീപ്പ് ഇമ്പോർട്ട്സ് ഉപയോഗിച്ചിട്ട് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എല്ലാം ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടോ? ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയാൻ അതിനെ പറ്റില്ലേ. കാരണം അതൊരു ഡീമെറിറ്റ് ആണോ? എല്ലാം ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്, എല്ലാം ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ക്വാണ്ടിറ്റി ആണോ നമ്മൾ നോക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണോ നമ്മൾ നോക്കുക, ക്വാണ്ടിറ്റി ആണോ നോക്കുക, അല്ല ക്വാളിറ്റി ആണോ? ഈ പറയുന്ന ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആണോ, എഫിഷ്യൻസി ആണോ നമ്മൾ നോക്കുന്നത്, അല്ല ക്വാണ്ടിറ്റി ആണോ നോക്കുന്നത്? ചെറിയ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ICC T20 വുമൻസ് വേൾഡ് കപ്പ് നടക്കുകയാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ദീപ്തി റിച്ച പ്രൊവൈഡ്സ് ഇമ്പാക്ട് ടെസ്റ്റ് ടു പ്രൊപ്പൽ ഇന്ത്യ പാസ്റ്റ് വിൻഡീസ് വെസ്റ്റ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബൈ, ടേക്ക് കെയർ.